കാൽപന്ത് കളിയിലെ മിശിഹ എന്ന് വിളിപ്പേരുള്ള അർജന്റീന ഇതിഹാസ താരം ലയണൽ മെസ്സിക്ക് ഇന്ന് 37-ാം പിറന്നാൾ. പ്രായം കൂടുന്തോറും വീര്യം കൂടുമെന്ന പ്രയോഗത്തിന് ഏറ്റവും യോഗ്യൻ താനാണെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് ഈ അടുത്ത കാലം വരെ മെസ്സി കാഴ്ചവെച്ചിട്ടുള്ളത്. കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ അർജന്റീനയ്ക്കായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് മെസ്സി ഇപ്പോൾ. ഇടംകാലിൽ ഒളിപ്പിച്ച വിസ്മയങ്ങളാണ് മെസ്സി എന്ന പ്രതിഭയുടെ ട്രേഡ് മാർക്ക്. എന്നാൽ പലർക്കും അറിയാത്ത ഒരു ഭൂതകാലം ആ കാലുകളുടെ വളർച്ചയ്ക്ക് പിന്നിലുണ്ട്. മെസ്സിക്ക് കുട്ടിക്കാലത്ത് ഗുരുതരമായ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സാധാരണ മനുഷ്യർ നടക്കും പോലെ അടിവെച്ച് നടക്കാൻ പോലും മെസ്സിക്ക് കഴിയില്ലെന്ന് തോന്നിയ ഒരു കാലം. അവിടെ നിന്നാണ് ലോകം ആരാധിക്കുന്ന കാൽപന്ത് കളിക്കാരനായി മെസ്സി മാറിയത്. 10-ാം വയസ്സിൽ ശരീര വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഹോർമോൺ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗം മെസ്സിയെ പിടികൂടി. എന്നാൽ ഫുട്ബോൾ കളിയിൽ മെസ്സിക്കുള്ള പ്രാവീണ്യം സ്പെയിനിലെ വമ്പൻ ക്ലബ്ബായ ബാഴ്സലോണ ശ്രദ്ധിച്ചിരുന്നു. കളിമികവ് കണക്കിലെടുത്താണ് ബാഴ്സലോണ മെസ്സിയുമായി കരാർ ഒപ്പിട്ടത്. ചികിത്സയ്ക്ക് ആവശ്യമായ പണം നൽകാമെന്ന് ബാഴ്സലോണ വാഗ്ദാനം ചെയ്യുകയായിരുന്നു. മറ്റ് വമ്പൻ ക്ലബ്ബുകളിൽ നിന്ന് വലിയ ഓഫറുകൾ വന്നിട്ടും മെസ്സി വർഷങ്ങളോളം ബാഴ്സലോണയിൽ തന്നെ ഉറച്ചു നിന്നത് ഈ ആത്മബന്ധം കാരണമാണ്. കരിയറിൽ ഉടനീളം അന്താരാഷ്ട്ര കിരീടമില്ലെന്ന് പഴികേട്ട് നിരാശനായ ആൽബി സെലസ്റ്റി ജേഴ്സിയിൽ പന്തു തട്ടിയ മെസ്സി ഇന്ന് ലോകത്തിന്റെ നെറുകയിലാണ്. 2 വർഷത്തിനിടെ അർജന്റീനയ്ക്കൊപ്പം 3 കിരീടങ്ങൾ. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബാലൺ ഡിയോർ നേടിയ താരം മെസ്സി തന്നെയാണ്. 8 തവണയാണ് മെസ്സി ഈ പുരസ്കാരം നേടിയത്. ഏറ്റവും കൂടുതൽ യൂറോപ്യൻ ഗോൾഡൻ ഷൂ സ്വന്തമാക്കിയതും മെസ്സിയാണ്. 6 തവണയാണ് അദ്ദേഹം ഗോൾഡൻ ഷൂവിന് അർഹനായത്. ലോറസ് പുരസ്കാരം 2 വട്ടം നേടിയ ഒരേയൊരു ഫുട്ബോളർ. ഗോളുകൾ, കിരീടങ്ങൾ, ബാലൺ ഡിയോർ, അങ്ങനെ ബാഴ്സ കുപ്പായത്തിൽ മെസ്സി നേടാത്ത പുരസ്കാരങ്ങളോ കിരീടങ്ങളോ ഇല്ല. എതിരാളികളെയും ഇതിഹാസങ്ങളെയും ഒന്നൊന്നായി പിന്നിലാക്കി മുന്നോട്ട്. മെസ്സിക്കാലത്തെ അടയാളപ്പെടുത്താൻ റെക്കോർഡ് ബുക്കുകൾ പോരാതെ വരും.